ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ, കാറ്റോ കാമിനിയോ ചന്ദനലേപ സുഗന്ധം. ഈ പാട്ട് എന്തിനാണ് ജീവധാരയിൽ പാടിയതെന്ന് ചിന്തിക്കുന്നുണ്ടാവും. സുഗന്ധം പരത്തുന്ന, നമ്മളുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്ന, മലയാളിയുടെ സംസ്കാരത്തിൽ ഏറെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മരത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. മലയാളിയുടെ ജീവിതത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ചന്ദനം. ദിവസം മുഴുവൻ ഉന്മേഷം പകരുന്ന സുഗന്ധമാണ് ചന്ദനത്തിൻ്റേത്. രാവിലെ ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന ഹരിചന്ദനം തൊടുമ്പോൾ ദേവപ്രസാദം എന്നതുപോലെ ശരീരത്തിനാകെ അതിൻ്റെ ഗുണങ്ങൾ പകർന്നു കിട്ടുന്നു. ത്വക്ക് രോഗങ്ങൾ വരാതിരിക്കാനും ഈ ചന്ദനലേപം സഹായിക്കും. പുലരിയിൽ നെറ്റിയിൽ തൊടുന്ന ചന്ദനം ചിന്തകൾ കൊണ്ട് ചൂടായേക്കാവുന്ന ഭ്രൂമധ്യത്തെ തണുപ്പിക്കും. ഭ്രൂമധ്യത്തിന് തണുപ്പേകാനും അതുവഴി നവനവമായ ചിന്തകൾ ഉണർത്താനും ചന്ദനത്തിന് കഴിയും. ചന്ദ്രികയ്ക്ക് സമാനമായ ശീതള സ്വഭാവമാണ് ചന്ദനത്തിനുള്ളത്. ചന്ദനം അരച്ച് മേലൊക്കെ പുരട്ടിയാൽ ചൂട് പൊന്തൽ ഒഴിവാകും എന്നുള്ളത് എല്ലാവർക്കും അനുഭവമുള്ള ഒരു കാര്യമാണ്. ഈ ചന്ദനം അരച്ചാൽ ഉണ്ടാകുന്നതാണ് കളഭം. ഇപ്പോൾ ഗുരുവായൂരിൽ കളഭവും മറ്റുള്ള അമ്പലങ്ങളിലെ കളഭവും രണ്ടിന് രണ്ടാണ്. ഗുരുവായൂർ അമ്പലത്തിലെ കളഭം നല്ല ചന്ദനം അരച്ചുണ്ടാക്കിയതാണ്, അത് അവർ തന്നെ അരച്ചുണ്ടാക്കുന്നതാണ്. എന്നാൽ മറ്റുള്ളവർ ചന്ദനം ഏതോ മരത്തിൻ്റെ പൊടി അരച്ചുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ആ ചന്ദനത്തിന് ആ ചന്ദനം അല്ലാത്തത് കൊണ്ട് അതിന് ഉദ്ദിഷ്ട ഫലമൊന്നുമില്ല. ഞാൻ ഒരു അമ്പലത്തിൽ നിത്യവും തൊഴാൻ പോവാറുണ്ട്. അവിടെ ചെന്നാൽ ആ ചന്ദനം എടുത്ത് എൻ്റെ നെറ്റിയുമ്മ പുരട്ടും. ഒരു 15 ദിവസം പുരട്ടിയപ്പോഴേക്കും എനിക്ക് നെറ്റിയുമ്പിൽ അലർജി വന്നു, കറുത്ത പാട് വന്നു, ചൊറി വന്നു, അത് മാറാതായി. ഉടനെ തന്നെ ഞാൻ മരുന്ന് പുരട്ടി അത് മാറ്റിയെങ്കിലും പിന്നീട് ആ ചന്ദനം ഞാൻ തൊടാറില്ല. ഇങ്ങനെയാണ് ഇന്നത്തെ ചന്ദനം. എന്നാൽ ഗുരുവായൂരിൽ മാത്രമേ നല്ല ചന്ദനം ലഭിക്കൂ, നല്ല കളഭം ലഭിക്കൂ എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ളതാണ്. അത് നല്ല ചന്ദനത്തിൽ നിന്നുണ്ടാക്കുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. മറ്റുള്ളവർക്ക് എല്ലാം എന്തോ ചില വസ്തുക്കൾ അരച്ചുണ്ടാക്കുന്നത് കൊണ്ടാണ് അതിന് ഫലം ഇല്ലാത്തത്. ചന്ദനം നെറ്റിയിൽ തൊടുമ്പോൾ തന്നെ എന്തൊരു തണുപ്പാണ്. പ്രസാദം എന്നതിലുപരി ചില ഗുണങ്ങളുമുണ്ട് ചന്ദനത്തിന്. ആയുർവേദത്തിൽ ചന്ദനം ചേർത്തുള്ള നിരവധി ഔഷധയോഗങ്ങളുണ്ട്. ഈ ചന്ദനാസവം, ശ്രീഖണ്ഡാസവം മുതലായ പല ചന്ദനാദി എണ്ണ തുടങ്ങി പല ഔഷധങ്ങളിലും, ചന്ദനാദി കണ്ണിലേക്കുള്ള ചന്ദനാദി ഗുളിക തുടങ്ങി പല ഔഷധങ്ങളിലും ചേർക്കുന്നുണ്ട് ഈ ചന്ദനാദി എണ്ണ തേച്ചാൽ കുളക്കടവിൽ കുളക്കടവിൽ തന്നെ ഉറങ്ങിപ്പോകും എന്നാണ് പറയുക. അത് കുളി കഴിഞ്ഞ് കയറുമ്പോഴേക്കും കിടന്നുറങ്ങും. അത്ര അധികം ഫലപ്രദമാണ് ഈ ചന്ദനാദി എണ്ണ. തേനിൽ അരച്ച് ചന്ദനാദി വർത്തി പുരട്ടിയാൽ കണ്ണിൽ ഉണ്ടാകുന്ന പല രോഗങ്ങൾക്കും ഫലപ്രദമാണ്. കൺജങ്ക്റ്റിവിറ്റിസ് തുടങ്ങി, ചെങ്കണ്ണ് തുടങ്ങി തിമിരം വരെയുള്ള രോഗങ്ങൾ മാറുവാൻ ഫലപ്രദമായ ഒരൗഷധമാണ്. ശ്രീകണ്ഠാസവത്തിൻ്റെ ഫലം ഇന്ന് പലർക്കും അത്യാവശ്യമായിട്ടുള്ളതാണ്. മുഴുകുടിയന്മാരെ കുടിക്കലിൽ നിന്നും ഒഴിവാക്കാനായി, മദ്യവിമുക്തനാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ശ്രീകണ്ഠാസവം. അതിൽ പ്രധാന ചേരുവ ഈ ചന്ദനമാണ്. ഓരോ ഔൺസ് വീതം 2 നേരം ഈ ശ്രീകണ്ഠാസവം കഴിച്ചാൽ ഒരു 6 മാസം കഴിച്ചാൽ കുടിയനല്ലാതാകും. ഒരു 15 ദിവസം കഴിഞ്ഞാൽ തന്നെ കുടിയിൽ നിന്നും വിമുക്തനാകാൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ളത് ഒരു വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ശ്രീകണ്ഠാസവം ധാരാളം ഉപയോഗിച്ചാൽ ഇന്ന് കാണുന്ന കുടിയന്മാരെ രക്ഷിക്കുവാൻ കഴിയും എന്നുള്ള കാര്യം എനിക്ക് അനുഭവത്തിൽ ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ്. ചന്ദനാസവം ഓരോ ഔൺസ് വീതം 2 നേരം സ്ത്രീകൾക്ക് കഴിച്ചാൽ അസ്ഥിയുരുക്കം, സ്ത്രീകളുടെ രോഗങ്ങൾ, യൂറിനറി ഇൻഫെക്ഷൻ തുടങ്ങി എല്ലാം മാറാൻ ഉപയോഗപ്രദമാണ്.
ഓണക്കാലത്ത് കോടി ഉടുക്കുക എന്നുള്ളത് ഏതൊരുവൻ്റെയും സ്വപ്നമാണ്. പണ്ട് കാലത്ത് കോടിക്ക് വളരെ ബുദ്ധിമുട്ടുമുണ്ട്. അതുകൊണ്ട് കോടി ഉടുക്കുമ്പോൾ അതിന് വാസന കൂടി ഉണ്ടായാൽ കൂടുതൽ നല്ലതാണല്ലോ. അതിൻ്റെ പേരിൽ ഒരു വാസനദ്രവ്യം, പണ്ട് ഈ വാസനദ്രവ്യം ഒന്നും കിട്ടാൻ ഇന്നത്തെ പോലെ എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അന്ന് ഉപയോഗിച്ചിരുന്നതായ ഒരു ഔഷധമാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു സെൻറ്റാണ് ഈ കൈത, പൂക്കൈത. പൂക്കൈതയ്ക്ക് കൈനാറി എന്നൊരു പേരുണ്ട്. കൈനാറി എന്ന് പറയുന്നത് ഒരു രണ്ടാം തരം ഭാഷയാണ് ഇന്ന്. എന്നാൽ കൈവാസന എന്നാണ് ഇന്നത്തെ നിലയിൽ പറയേണ്ടത്. ഇതിൻ്റെ ഔഷധ ഗുണം തലമുടിയിൽ ഉണ്ടാകുന്ന താരൻ, മുടി കൊഴിച്ചിൽ, കായ, ഈര് എന്നിവയ്ക്ക് വളരെയധികം ഫലപ്രദമാണ്. ഇത് കഷായം വെച്ച് ഇതിൻ്റെ വേട് കഷായം വെച്ച് വേട് തന്നെ അരച്ച് കൽക്കം ചേർത്ത് വെളിച്ചെണ്ണയോ എണ്ണയോ കാച്ചി തലയിൽ തേച്ചാൽ ഉണ്ടാകുന്ന ഫലം തലമുടി പനങ്കൊല പോലെ ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നീട് വാദത്തിന് ഈ പൂക്കൈത വേര് ചേർത്ത കേതകീമൂലാദി തൈലം അങ്ങേയറ്റം ഫലപ്രദമാണ്. അസ്ഥിഗത വാദത്തിനാണ് ഇത് ഏറ്റവും അധികം ഫലപ്രദമായി അനുഭവപ്പെടുന്നത്. ഇതുകൊണ്ട് പിഴിച്ചിൽ എന്നിവയെല്ലാം നടത്താറുണ്ട്. ഈ പൂക്കൈത തൈലം കൊണ്ട്, കേതകീമൂലാദി തൈലം കൊണ്ട് കടീവസ്തി ചെയ്താൽ IVDP എന്ന് ആധുനികർ പറയുന്ന ഇൻട്രാവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് എന്ന രോഗത്തിന് അതീവ ഗുണകരമാണ്.